എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 9/6 ആയിട്ടുണ്ട്. 24/7/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ അനലൈസിങ് മൈ പ്ലാൻ ആണ് പറയാനായിട്ട് പോകുന്നത്. ഇന്നലെ വളരെ നല്ലൊരു മൂവ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് 25 ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് രാവിലെ കിട്ടിയാൽ ഉപകാരപ്രദമാകും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ 25,255 പോയി മാർക്കറ്റ് നിൽക്കുന്നത്. പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഏകദേശം ഒരു 25-50 പോയിന്റിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്ങോടുകൂടി എഗെയിൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ SMA ഓൾറെഡി താഴെയാണ്. അപ്പോൾ അങ്ങോട്ടൊരു റീടെസ്റ്റിന് വേണ്ടി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ 27 മിനിറ്റ് ഞാൻ അഡീഷണൽ ആയിട്ടൊരു ടൈം ഫ്രെയിം കൂടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ട്. 27 മിനിറ്റ് 30 മിനിറ്റ്. അപ്പോൾ 30 മിനിറ്റ് നോക്കാം. 30 മിനിറ്റിൽ RSI താഴെയാണ്. അതായത് എന്താ പറയണ്ടേ, മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ എന്നറിയാനായിട്ട് നോർമലി ഈ ഒരു സിസ്റ്റം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് നോർമലി ഈ വൈറ്റ് ലൈനൊക്കെ വരുമ്പോഴാണ് മെജോറിറ്റി കൺസോൾട്ടേഷൻ ആണ് എന്നുള്ളൊരു കൺഫർമേഷൻ നോർമലി കിട്ടുന്നത്. പക്ഷെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് പോകാതിരിക്കാൻ ഈ SMA ഒരു പരിധി വരെ എനിക്ക് ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ 15 മിനിറ്റ്സും 30 മിനിറ്റും 1 അവർ 2 അവർ 4 അവർ മുട്ടിയിട്ടുണ്ട്. 4 അവർ മുട്ടിയിട്ടുണ്ട്. 1 ഡേ മേളിൽ മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ RSI താഴത്തോട്ട് വന്നാലും മുട്ടും കേട്ടോ. അപ്പോൾ 1 ഡേയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് സസ്റ്റൈൻ അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇൻട്രാഡേ ബേസിൽ പോകുന്ന ആളായത് കാരണം എനിക്ക് ആ 1 ഡേയുടെ ക്യാൻഡലിൻ്റെ ലോങ് ഹോൾഡിംഗ് ഒന്നും അത്രയധികം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറായിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് നിലവിൽ ഈ നിൽക്കുന്ന മൂവ്മെൻറ്റ് 15 മിനിറ്റ്സിൽ ക്രോസ് ചെയ്ത് താഴത്തോട്ട് കയറുന്നവരെ ഇപ്പോഴും മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അപ്സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ മെജോറിറ്റി ഒരു ഏരിയ നോക്കുന്നത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്ക് ക്യാൻഡിലായിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ താഴത്തോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈവൻ ഇന്ന് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാനൊരു സ്കാൽപ്പിംഗ് ആയിട്ട് നോക്കുന്നൊരു ഏരിയ ഫസ്റ്റ് പ്രയോറിറ്റി 25,281 നിലവിലുള്ള ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഏരിയ 25,281. അതിന് മുകളിൽ മാർക്കറ്റ് സ്റ്റേ ചെയ്താൽ കുറച്ച് വിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മേ ബി പോയേക്കാം. അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ ലെവൽ 25,300. അടുത്ത അപ്പർ സൈഡിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് 25,300. അതിനും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഞാൻ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവല് 25,330. ഈ 3 ലെവലിനെ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തത്. അതിന് മേളിലോട്ട് പോയാൽ എന്തോരം വേണമെങ്കിലും പൊക്കോട്ടെ. RSIയുടെ ക്രോസ് ഓവറൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കുക. ഒരു പരിധി കൂടുതലൊന്നും എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സിയിലെ ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിന്റ്, ദെൻ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ പിയിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് ഫസ്റ്റ് പ്ലാൻ. എപ്പോഴും കൺസോൾട്ടേഷനാണ് ഞാൻ
പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഒരു പ്ലാൻ എന്തായാലും രാവിലെ ഉണ്ടാവണമല്ലോ. ഫസ്റ്റ് പ്ലാൻ കൺസോൾട്ടേഷൻ, അതിനുശേഷം ആ ഒരു ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നേരെ മറിച്ച് നിലവിലത്തെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ, അതായത് 25,246, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരികയാണെങ്കിൽ മാത്രം ഞാൻ 25,219 ഭാഗത്തേക്കോ, പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു മൂവ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 25,191, അതിനും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 25,145, ഈ ഏരിയയിലേക്കൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള മൂവായിട്ട് ഞാൻ കാണുന്നത്. അപ്പർ സൈഡിലേക്കുള്ള മൂവ് 25,281 വരെയും അതിന് മുകളിലോട്ട് 25,300, 25,330 ഭാഗത്തേക്കൊക്കെയാണ്. അപ്പോൾ മെജോറിറ്റി കൺസോൾട്ടേഷൻ ഓർ പി ആണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്ന് വെച്ചാൽ അത് തന്നെ ഞാൻ കടിച്ചു തൂങ്ങി കിടക്കുമെന്നല്ല, അതിന് ഓപ്പോസിറ്റുള്ള മൂവ് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ബ്രേക്ക് ഔട്ടായിട്ട് എടുക്കും, അങ്ങനെ എടുക്കും. ABC 1, 2, 3 3 പ്ലാൻ എന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുള്ള പ്ലാനുകൾ. ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം. കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി കണ്ടുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ, പൊതുവേ ബുധനും വ്യാഴം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ തന്നെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ സിയിൽ 165 മുകളിലോട്ടുള്ള ഒരു മൂവ് വന്നാൽ 75 വരെയുള്ള ഒരു 10 പോയിൻറ്റോ 8 പോയിൻറ്റോ 9 പോയിൻറ്റോ സ്കാൽപ്പിംഗ് ആയിട്ട് ഞാൻ കാണും. 175ൻ്റെ ആ ഒരു ഭാഗത്ത് 3-5 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് സ്റ്റേ ചെയ്താൽ മാത്രമാണ് പിന്നെ 86, 94, 207 ഭാഗത്തേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മെയിനായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 150 ആണ്. 150ക്ക് താഴത്തോട്ട് പോയാൽ പിന്നെ ഞാൻ ആ സിയുടെ ട്രേഡ് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ല. എൻ്റെ പ്ലാൻ പിയിലേക്ക് മാറും. പിയിലാണ് മൂവ് വരുന്നതെന്നുണ്ടെങ്കിൽ 159, 160 മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 169 വരെയുള്ള സ്കാൽപ്പിംഗ് സോണും, അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 180, 84 പിന്നെയുള്ള കൺസോൾട്ടേഷന് ശേഷം, അതായത് ആ ഭാഗമൊക്കെ കൺസോൾട്ടേഷനുള്ള ഏരിയയാണ്, അതൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ 198, 217 ഒക്കെ ആയിരിക്കും എൻ്റെ മെജോറിറ്റി ടാർഗറ്റ് ഏരിയസൊക്കെ ആയിട്ട് ഇന്ന് കാണുന്നത്. അപ്പോൾ 152 ഒരു 150 ലെവലിലേക്കൊക്കെ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ ക്യാൻഡിലൊക്കെ ക്ലോസ് ആയാൽ അത് പി ആണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാസീവ് ഒരു ചെറിയ സ്കാൽപ്പിങ്ങിലൊക്കെ ഇറങ്ങാൻ നോക്കും, ലോട്ട് കൂട്ടിയിട്ട്. നേരെ മറിച്ച് 150ക്ക് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഞാനത് പി ഞാൻ ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം മേജറായിട്ടുള്ള എൻ്റെ 2 സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഒന്ന് 150 ബിലോ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ്, നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകണം. ഒരു പരിധി കൂടുതലൊക്കെ ഡംപ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓൺ ദ വേയിൽ ഞാൻ വിട്ട് കളയത്തുള്ളൂ. അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എവിടെ 150ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 140 താഴത്തോട്ടൊക്കെ പോയാൽ മാത്രമേ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാനുകൾ. ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. എനിവേ വെയിറ്റ് ചെയ്യാം. സ്റ്റിൽ RSI സി സൈഡാണ് നിൽക്കുന്നത്. അത് റെഡിലേക്കും കൂടെ കയറണം എങ്കിൽ മാത്രമാണ് അത് താഴത്തോട്ടായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതേപോലെ പിയുടേത് പലതവണ മേളിലോട്ട് കയറാൻ നോക്കി നടന്നിട്ടില്ല. അപ്പം അത് ഗ്രീനിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു മൂവ്മെൻറ്റ് പിയിലേക്ക് ഉണ്ടാകത്തുള്ളൂ. SMA ഒക്കെ 15 മിനിറ്റ്സിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ 15 മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം സ്കാൽപ്പിംഗ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. മാർക്കറ്റ് 23 പോയിൻ്റാണ് അപ്പായിട്ട് നിൽക്കുന്നത്. 23 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 58, 68 ലെവലിലൊക്കെ വരത്തുള്ളൂ സ്ട്രൈക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു. എന്താണ് കണ്ടീഷൻ എന്ന് നോക്കാം. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. ഫ്ലക്ച്വേഷൻ നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ നിലവിലെ സിയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സിയിലേക്ക്, പിയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത പിയിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 152 മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ, 152 മുകളിലോട്ട് ഇനി ഒരു മൂവ് വന്നാൽ, സൂമൊക്കെ ചെയ്തു വന്നപ്പോൾ സമയം പോയി, 152 ബ്രേക്ക് ചെയ്താൽ 155ലേക്കോ 60ലേക്കോ, അതേപോലെ 165 മുകളിലോട്ട് സി മൂവ് ചെയ്തതാണെങ്കിൽ 175ലേക്കുള്ള സ്കാൽപ്പിങ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി.
ടൈം എന്തായാലും എടുക്കും, അതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഈ 152 ബ്രേക്ക് ചെയ്താൽ 155 ആദ്യം പോയി ഹിറ്റ് ചെയ്യുന്നത്. 152 3 155 55 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 160 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവും ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയും തമ്മിൽ ഒരു മിക്സിംഗ് ആണ് 155. അപ്പോൾ 155 കൂടെ കടന്നു കിട്ടിയാൽ മാത്രമാണ് 160 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് സ്ട്രഗിൾ ആവും. അപ്പോൾ സിയിൽ 150 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. താഴത്തോട്ട് വന്ന് SMA ടച്ച് ചെയ്യണം. SMA ടച്ച് ചെയ്യുമ്പോൾ 140 വരുമ്പോൾ പി എവിടം വരെ പോകും അതിനാണ് പ്രാധാന്യം. ഒരു ബ്ലൂ ലൈൻ അവിടെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ആവാനായിട്ട് ഇത്തിരി പാടാണ്. ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് പറന്നു പോകും. 154 155 156 156. അപ്പോൾ 155 ചെറിയൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സിയുടെ SMA 140 വരുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പി എവിടം വരെ പോകും എന്നുള്ളതിൻ്റെ പ്രസക്തി. 156 SMA ഇതേ മുട്ടി. കണക്ക് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. അപ്പോൾ 52 മുതൽ എത്ര വരെ 60 വരെ 8 പോയിന്റ് 3 ലോട്ടിലോ 4 ലോട്ടിലോ 5 ലോട്ടിലോ ഈസി ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 55 ആദ്യം ഒന്ന് സ്ട്രഗിൾ ആവും. 165 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്. ഇനി ആ ഭാഗത്തേക്ക് മാർക്കറ്റ് SMA കവറപ്പ് ചെയ്ത് മാർക്കറ്റ് വന്നാൽ ഈ ഒരു ഷെയ്ഡിലേക്ക് മാർക്കറ്റ് മുട്ടുമ്പോൾ 165 68 മാർക്കറ്റ് അടുത്തത് മുട്ടുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഫോക്കസ്. പിയിൽ RSI പീക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കവറപ്പ് ചെയ്ത് ആ ബ്ലൂ ലൈനും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യാം. 165 68 അടുത്ത സ്പേസ്, അതൊക്കെ ഏകദേശം മുട്ടേണ്ട സ്പേസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് സി ഡൗൺ ആകുമ്പോൾ, കാരണം ഇവിടെ 1 2 3 4 5 ക്യാൻഡിലൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും താഴത്തോട്ട് വന്നാൽ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സ് അതും ബ്രേക്ക് ചെയ്താൽ 112 മാർക്കറ്റ് ഫാളാവണം. അപ്പോൾ 65 മാർക്കറ്റ് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഒറ്റടിക്കൊന്നും പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പോയാൽ നല്ല ബാഹുബലി സ്റ്റൈലൊക്കെ ആയിട്ട് പോയാൽ നല്ലത്. കാരണം ഇവിടെ 1 2 3 ക്യാൻഡലിൻ്റെ ബേസ് ഉണ്ട്. ആ ബേസ് റെസിസ്റ്റൻ്റ് ആണ്. അതൊന്ന് കവറപ്പ് ചെയ്താൽ 165 69 മുട്ടിക്കഴിയുമ്പോൾ 69 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു 99% എനിക്ക് അക്യുറേറ്റ് ആയിട്ട് മുട്ടാനായിട്ടുള്ള സ്പേസ് ആണെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഉടനെ ഇല്ലെങ്കിലും കറങ്ങി തിരിഞ്ഞ് വന്നാലും 69 101% ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ വന്നു കഴിയുമ്പോൾ മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 60% ഒക്കെ ലോട്ട്. ഇപ്പോൾ 5 ലോട്ടാണോ 4 എണ്ണം കൊടുക്കാം, 3 എണ്ണമാണോ 2 എണ്ണം കൊടുക്കാം, 1 എണ്ണം 2 എണ്ണമാണോ 1 എണ്ണം കൊടുത്തിട്ട് SMA വരുന്നത് വരെയൊക്കെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റടിക്കൊന്നും പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇനി 169 കാണാം. അതുവരെ വീഡിയോ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ SMA കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. SMA താഴെയായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും അങ്ങോട്ടൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കാണാം 30 മിനിറ്റ് ആണ് ആദ്യത്തെ വലിയ സ്ക്രീൻ. അങ്ങോട്ട് SMA താഴെയുണ്ട്. അതേപോലെ 15 മിനിറ്റ്സിൽ 25 230 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഡൗണിട്ട് വന്ന SMA എന്നുള്ളത് 25 215 ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 168.90 മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കൺഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ കേസ് 5 മിനിറ്റിൽ RSI 50% ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തെ സ്ക്രീൻ. ഇത്രയും കൺഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് എൻ്റെ പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് 140 150 താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിയിലേക്ക് നോക്കുന്നുള്ളൂ, അല്ലാതെ സിയിലേക്ക് നോക്കുന്നൊന്നുമില്ല. 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം ആകുമ്പോൾ ഫ്ലക്ച്വേഷൻസ് വരും. ചെറിയ ടൈം ഫ്രെയിം ചെറിയ സ്റ്റോപ്പ് ലോസ് ചെറിയ ടാർഗറ്റ്, വലിയ ടൈം ഫ്രെയിം വലിയ സ്റ്റോപ്പ് ലോസ് വലിയ ടാർഗറ്റ്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. നോക്കിയേ 50 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് SMA ടച്ച് ചെയ്തിട്ടുണ്ട്. 30 മിനിറ്റിൽ കറക്റ്റായിട്ട് 25 215 എന്നുള്ള ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്.
5 മിനിറ്റ് ബ്ലൂ ലൈൻ കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവല് സി ടച്ച് ചെയ്തിട്ടുണ്ട്, റെഡിലേക്ക് കയറിയിട്ടുണ്ട്, ഇവിടെ ഗ്രീനിലേക്ക് മുട്ടാനായിട്ട് പോകുന്നു. ഇതെല്ലാം കണക്കാണ്, പരസ്പരം ടാലിയാണ്. വെറുതെ അല്ല 3 സ്ക്രീനും 4 സ്ക്രീനൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കിൽ എപ്പോഴും ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്ക് എടുക്കുമ്പോൾ ചെറിയ ബഫർ സോൺ ഇടുന്നത് വളരെ സേഫാണ്. ഇപ്പോൾ വലിയ സ്ട്രൈക്ക് ആണെങ്കിലും കൺസോളിഡേഷൻ ആയി കഴിഞ്ഞാൽ ചെറിയ 1/2 പോയിന്റ് 1 പോയിൻ്റൊക്കെ ബഫർ സോൺ ഇടുന്നത് പെർഫെക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ റിജക്ഷനാണ് കേട്ടോ, എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഏകദേശം ഒരു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 100%, 101% ഒക്കെ ഹിറ്റ് ചെയ്യേണ്ട ഏരിയ തന്നെയാണ് 168.50 എന്നുള്ള ലെവൽ. അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ 185, 198 ഭാഗത്തേക്കൊക്കെ ഇരിക്കും. ഈ ഒരു റെഡ് ക്യാൻഡിൽ വീക്കാണ്. 168 പോയിന്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 168ലേക്ക്. ഈ ക്യാൻഡിൽ അത്ര ജെനുവിൻ ക്യാൻഡിലൊന്നും അല്ല, താൽക്കാലികമായിട്ടുള്ള റെഡാണ്. ഇവിടെ റെഡ് ഗ്രീൻ റെഡ് വന്നതുപോലെ ഇവിടെ ഗ്രീൻ റെഡ് ഗ്രീൻ വന്നും മുകളിലോട്ട് പോയി കൂടായില്ല. എനിവേ വെയിറ്റ് ചെയ്യാം. അതൊന്നും ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊന്നും റെഡൊന്നും അല്ല. മാർക്കറ്റ് 168.50 എന്തായാലും ടച്ച് ചെയ്യണം. 167, 168.50, 167.85, 168. ഒരൊറ്റ ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ SMA. ഓക്കെ, 168 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്താണ് ചെയ്യണേ? മെജോറിറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ കയറ്റി വെച്ചിട്ട് 5 ലോട്ടാണോ 3 എണ്ണം കൊടുക്കാം, വേണ്ട 4 എണ്ണം കൊടുക്കാം. ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക. RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ എന്ത് ഗുണം കിട്ടും അതിൽ? ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വന്നടിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ 184, 198, 217 ഭാഗത്ത് വന്നിട്ട് കൺസോൾട്ടേഷൻ ആവും. അപ്പം ഇനി RSI ക്രോസ് ഓവർ ആകുമ്പോൾ കാണാം, അത് 50% ക്രോസ് ഓവർ ആവാം, മേളത്തെ റെഡിൽ ക്രോസ് ഓവർ ആവാം. അപ്പോൾ റെക്ടാങ്കിൾ ബോക്സിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ബോട്ടം ലെവൽ എന്ന് പറയുമ്പോൾ 124 ആണ്. 6 പോയിന്റിൻ്റെ ഡൗൺ. 6 പോയിന്റിൻ്റെ ഡൗൺ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റെക്ടാങ്കിൾ ബോക്സ് ഫില്ല് ചെയ്താൽ 175, 177 SMA മാർക്കറ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ ഒരു ലെങ്തി ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നല്ല രീതിയിൽ ഫാൾ ആവുകയാണെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ 180 85 ആയിരിക്കും പോയി നിൽക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. എവിടെ വരണം? 135 ലോ അല്ല, സോറി 120. 120 സി വരുമ്പോൾ PE 180 കവറപ്പ് ചെയ്ത് 185 ഭാഗത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോവിലേക്ക്, അതായത് 120 ഭാഗത്തേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും. സിംഗിൾ ക്യാൻഡിലിൽ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റിൻ്റെ മൂവ് വരാം. അങ്ങനെ മൂവ് വരുമ്പോൾ 184 ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യാം. അത് ഏകദേശം കണക്കൊക്കെ ടാലിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. 120 ആയിട്ടില്ല. 120ലേക്ക് എത്താനായിട്ട് ഇനി 1 പോയിന്റ് കൂടെ ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. 1.5-2 പോയിന്റ് കൂടെ ഡൗൺ ആവേണ്ടതായിട്ടുണ്ട്. അപ്പം 184 അല്ലെങ്കിൽ 183 ഭാഗത്തേക്കൊക്കെ ഉള്ള മൂവ്മെൻറ്റ് ഓൾറെഡി 184ലേക്ക് പറഞ്ഞിട്ടുണ്ട്. ബട്ട് കമ്പനി ഇപ്പോൾ അവിടെ ഒരു 185 ഒരു ലെവൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലെവലിന് ഇനി അവിടെ പ്രസക്തി ഇല്ല. നമ്മൾ 9.5 ആയപ്പോൾ തന്നെ ലെവൽ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് കമ്പനി ഇപ്പോഴാണ് 185 ഇട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ എത്രമാത്രം ആ എക്സ്പീരിയൻസ് കൊണ്ടിട്ടുള്ള ആ ഇമ്പ്രൂവ്മെൻ്റാണ് ആ പറഞ്ഞത്. ഞാൻ ആ കാണിച്ചതിനർത്ഥം നമ്മൾ 3-3.5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതാണ് എന്താ പറയേണ്ടത്, ഒരു എക്സ്പീരിയൻസ് ട്രേഡറുടെ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ 120യിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്തത് 185 കറക്റ്റ് ടാലി ആവണം. അതുകൊണ്ടാണ് DKയുടെ വ്യത്യാസത്തിൽ ഇവിടെ ചെറിയ സ്ട്രഗിൾ ഇങ്ങനെ വരുന്നതിൻ്റെ റീസൺ.
ഈ ഒരു ലെവൽ അത്ര നിസ്സാരമൊന്നും അല്ല. അത് ഒറ്റയടിക്കൊന്നും ബ്രേക്ക് ചെയ്ത് എന്തായാലും പോകില്ല, ടൈം ഒരുപാട് എടുക്കും. കാരണം അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ഇവിടെ നിന്ന് തീരുമാനിക്കണേ. ഒന്നെങ്കിൽ 185 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 198 270 പോകണം, അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ റെസിസ്റ്റൻ്റ് ഏരിയയിൽ മാർക്കറ്റ് ഈ 185 ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൺസോൾട്ടേഷൻ ആയിട്ടോ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരണം. അപ്പോൾ അടുത്ത ഡയറക്ഷൻ ചേഞ്ചിങ് ഏരിയ ആണ്. അപ്പോൾ താഴത്ത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിരിക്കുന്നത് മാക്സിമം കയറ്റി ഒരു 161 അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ട ഒരു 166 ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഇൻ കേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഡയറക്ഷൻ തിരിഞ്ഞാലും കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതും കൂടി ഇല്ലാതാക്കരുത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 160 ഭാഗത്തേക്കൊക്കെ കയറ്റി വെച്ചിട്ട് ഞാൻ ട്രെയിൽ ചെയ്യും. ഞാനെപ്പോഴും പറയുന്ന പോലെ 185 ആണെങ്കിൽ 1.5 പോയിൻറ്റ് 1.25 പോയിൻറ്റ് 0.50 ഇങ്ങനെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിനർത്ഥം വൺസ് സമയമുണ്ട്, 15 മിനിറ്റ്സിൻ്റെ RSI കവറപ്പ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. എനിവേ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 120 എത്തിയപ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് 188 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ രാവിലെ പറഞ്ഞത് പ്രകാരം നോക്കിക്കേ, SMA ടച്ച് ചെയ്യാനും കൂടെ ഉള്ളൂ. അപ്പോൾ SMA എങ്ങോട്ടായി? 30 മിനിറ്റിൻ്റെത് RSI ക്രോസ് ഓവർ ആയി കയറിയിട്ടുണ്ട്. 15 മിനിറ്റ്സിൻ്റെത് RSI ക്രോസ് ഓവറായി കയറിയിട്ടുണ്ട്. 5 മിനിറ്റിൻ്റെത് മാർക്കറ്റ് താഴത്താണ്. ഇങ്ങനെയാണ് ഒരു ട്രേഡർ കൺഫർമേഷൻ. അതായത് മാർക്കറ്റ് കഴിയുമ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാം മാർക്കറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ ലൈവ് മാർക്കറ്റിൽ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ച്. അത് കൃത്യമായിട്ട് കൺസോൾട്ടേഷൻ സോണ് നോക്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ എടുക്കുന്ന ട്രേഡ് ഓപ്പോസിറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആ ടൈമിൽ നമ്മുടെ ഡിസിഷൻ മാറ്റി ഓപ്പോസിറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ എടുക്കുന്നത് തന്നെ വെച്ചിട്ട് പ്രോഫിറ്റ് ആക്കും, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടില്ല, ഞാൻ എടുത്തതേ വെച്ച് പ്രോഫിറ്റ് ആക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും ഒരു പ്ലാൻ എ ഒരു പ്ലാൻ ബി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു എന്താ പറയണ്ടേ, IV നോക്കിയിട്ടില്ല, വിക്സ് നോക്കിയിട്ടില്ല, പുട്ട് കോൾ റേഷ്യോ നോക്കിയിട്ടില്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ടില്ല, ന്യൂസ് നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ചാർട്ട് എന്തു പറയുന്നു അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. 150 എന്നുള്ള എൻട്രി ഇപ്പോൾ 35 പോയിൻ്റ് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു. കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കൃത്യവും സ്പഷ്ടവുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും ഒരു ട്രേഡർ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഒരു ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് 178 നിൽക്കുന്നത്. 190 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ സീല് മാർക്കറ്റ് 112 റീച്ച് ചെയ്യാനായിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള ചാർട്ട് ഇവിടെ ഇടാം, കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസി ആവും. 25,190 ആ ബേസ് ബ്രേക്ക് ചെയ്ത് SMA ടച്ച് ചെയ്യാനുണ്ട്. ഇവിടെ RSI ഇവിടെ ഗ്രീനിൽ ടച്ച് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഒരു റിജക്ഷൻ മോഡിലോട്ട് വന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിലോ താഴത്തോട്ട് പോയി SMA മുട്ടണം. SMA പോകുന്ന പോക്കിൽ ഇത് 180 to 190 അവിടെ റീച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരു 185 ഒക്കെ ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടെ ആ സമയത്ത്, അതായത് ഇപ്പോൾ സ്റ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടുള്ള ഹോൾഡിംഗ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെ 185 മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 185 ആണ് കേട്ടോ. 186 ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ അപ്രോക്സിമേറ്റ് ലെവലാണ് 185. അപ്പോൾ 185 മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 190 അത് 185 വന്നിട്ടുണ്ട്. 185 ബ്രേക്ക് ചെയ്താൽ 85 to 90 ലോട്ട് കൂട്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ട്രേഡ് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മാർക്കറ്റ്
217 എന്നുള്ള ലെവല് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. RSI ക്രോസ് ഓവർ ആയിട്ടില്ല. അപ്പോൾ 217 എൻ്റേതായിട്ടുള്ള ഒരു ഫൈനൽ ടാർഗറ്റിൽ മനസ്സിലുണ്ടായിരുന്നത്. 217 മാർക്കറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 240 265 ഈ RSI ക്രോസ് ഓവർ ആവുന്ന മുറയ്ക്ക് 240 265 മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. എനിവേ വെയിറ്റ് ചെയ്യാം. RSI ക്രോസ് ഓവർ ആവുന്നത് വരെയും ഇന്ന് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 2 അഡീഷണൽ ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് 240 265 ആണ്. എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള വ്യൂ പ്രകാരം മെജോറിറ്റി കൊടുത്തും ഒക്കെ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കറക്റ്റ് 67 പോയിൻറ്റ്സ് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വളരെ ധാരാളം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിൽ തന്നെ ധാരാളമാണ്. വേറൊരു കാര്യം ഇനി ചെയ്യാവുന്നത് ട്രെയിൽ ചെയ്ത് മാക്സിമം ലോക്ക് ചെയ്യുക. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ എന്തായാലും ഇത്ര നേരം ഇരുന്നു 240 214 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇട്ടേക്കാം. ഒന്നെങ്കിൽ അത് 214 വന്നിട്ട് ഹിറ്റ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ 240 262 പോകണം. അപ്പോൾ 240 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 214 നമ്മൾ ട്രെയിൽ ചെയ്തത്. 214 ട്രെയിൽ ചെയ്തത് 230 ഇപ്പോൾ ട്രെയിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ 240 എത്തിയിട്ടുണ്ട്. ഈ RSI ക്രോസ് ചെയ്ത് താഴത്തോട്ട് വരുന്ന മുറയ്ക്ക് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത 265 പോയി നിൽക്കുന്നത്. 256 ആയിട്ടുണ്ട്, 258 ആയിട്ടുണ്ട്. നിലവിൽ 100.2 പോയിൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിലും കൃത്യമായിട്ടൊരു വ്യൂ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഇതിനപ്പുറത്തേക്കൊരു എൻട്രി എക്സിറ്റ് ലെവൽ പറഞ്ഞു തരാനായിട്ട്. 261 ഓക്കെ, 265 266 ഇരുന്ന് കഴിഞ്ഞ് ഇനി ഇരിക്കേണ്ടി വരും. അതിൽ ഇനിയുള്ളത് 280 295 ആണ്. RSI ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറാനായിട്ട് ഇനിയും സമയമുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ഇത്ര നേരം ഇരുന്നു RSI ക്രോസ് ഓവറായിട്ട് റെഡിലേക്ക് കയറട്ടെ. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാവുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ 250 ഇനി ലോക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 214 214 ലോക്ക് ചെയ്തും 230 തൊട്ട് 265 വരെയുള്ള മൂവ് മനസ്സിൽ കണ്ടു. അപ്പോൾ ട്രെയിൽ ചെയ്ത് ഇനി 250 ലോക്ക് ചെയ്യാം. ഒന്നെങ്കിൽ 250 അടിക്കട്ടെ, അല്ലെങ്കിൽ 280, അതായത് 230 to 265 പോയ അതേ മോഡിൽ 280 295 പോകുമെന്ന് നോക്കണം. വെയിറ്റ് ചെയ്യാം. 280 മാർക്കറ്റ് ടച്ച് ചെയ്തു. എക്സ്പയറി ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്താൽ ഇനി 295 മാർക്കറ്റ് മൂവ് ചെയ്യണം. പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ 280 റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട്, അതായത് 1 2 3 ദിവസം മാർക്കറ്റ് കൊണ്ടുപോയത് ഒറ്റ ദിവസം മാർക്കറ്റ് താഴത്തോട്ട് ഇറക്കണം. അതായത് ഈ നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കയറ്റുന്ന പരിപാടി, അതായത് 1 2 3 ദിവസം മാർക്കറ്റ് കൊണ്ടുപോയത് ഒറ്റ ദിവസം മാർക്കറ്റ് താഴത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ 25050 25040 അതിന് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ 25015 വരെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 288 295 മാർക്കറ്റ് റീച്ച് ചെയ്തു. ഇതാണ് നമ്മൾ പറയണത്. ഒരു സിസ്റ്റം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നല്ല രീതിയിൽ മാർക്കറ്റ് വരും. മാസത്തിന് 4 തവണ 100 പോയിൻറ്റും 2 തവണ 150 പോയിൻറ്റും 1 തവണ 250 പോയിൻറ്റും മാർക്കറ്റ് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെയിൽ ചെയ്തത് എങ്ങോട്ട് ട്രെയിൽ ചെയ്യാം? ഒരു 270 ട്രെയിൽ ചെയ്ത് വെക്കാം. 270 ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഇനി 7158 വരുന്നതിനെ ബേസ് ചെയ്തിട്ട്
മാർക്കറ്റിന് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 320. പിന്നെ ഒരു റെക്ടാങ്കിൾ ബോക്സ് ആയിട്ട് മനസ്സിൽ കാണുന്ന ഒരു ലെവല് എന്താ പറയണ്ടത്, ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡ് എന്ന് പറയണത് ഈ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്ക് മാർക്കറ്റ് എത്തുമെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞ് താഴത്തോട്ട് വരുന്ന മൂവ്മെൻറ്റ് ഹൈ വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. കാത്തിരിക്കാം. കാരണം മനേഷ് നീ കുറച്ചും കൂടി ഇരുന്നോ എടുത്തോ എന്നൊക്കെ ചാർട്ട് പറയുമ്പോൾ നമ്മൾ ആ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാവുന്ന, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഡെയിലി കിട്ടുന്ന അല്ലെങ്കിൽ മന്ത്ലി ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് പോലെയാണ് ഒരു ട്രേഡർക്ക് 10 പോയിന്റ് 20 പോയിന്റ് ഡെയിലി കിട്ടുന്നത്. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ബോണസായിട്ട് കിട്ടുന്ന മുറയ്ക്കാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കിട്ടുന്നത്. ഇപ്പം 270 ലോക്ക് ചെയ്തിട്ടുണ്ട്. 20 പോയിന്റിൻ്റെ വ്യത്യാസമാണ്. 270 ലോക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം 5 മിനിറ്റിൽ ക്രോസ് ഓവർ വിത്ത് പിൻബാർ വരുന്നുണ്ട്. എനിവേ വൈൻഡപ്പ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. കാരണം 5 മിനിറ്റിൽ റീക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 275 20 പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി കറക്റ്റ് 12:07. ഇനി ഒരു പരിപാടിയില്ല. മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ. ഡ്രീം ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. ഇനി ഇരിക്കാനായിട്ട് വയ്യ. ദൈവത്തിന് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഒരു വ്യൂ തന്ന ദൈവത്തിനും ചാർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.